ആ അസ്ഥികൂടം ആരുടേത്? സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ അത് പുറത്തു വരും എന്നത് ഒരു ചൊല്ലാണ്. പക്ഷേ ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ അത് സത്യമാകും എന്ന് വേണം കരുതാൻ. കാരണം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ നിർണായകമായ തെരച്ചിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് ചില തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടുത്തുനിന്ന് തന്നെ ഒരു തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. അത് ഒരു പുരുഷന്റേതാണ് എന്ന സംശയമാണ് ഉള്ളത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. വനഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നും പരിശോധനകൾ നടന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും ബാഗും ഐഡന്റിറ്റി കാർഡിന്റെ ചില തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു പുരുഷന്റേത് എന്ന് സംശയിക്കുന്ന ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. നമുക്കറിയാം വലിയ ദുരൂഹത ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. എത്ര പേർ ആ മണ്ണിനടിയിൽ അഴുകിച്ചേർന്നിട്ടുണ്ട്, അവർ എന്തൊക്കെ അവർക്ക് സംഭവിച്ചു എന്നതൊക്കെ ഇനി ചുരുളഴിയാനുള്ള കാര്യങ്ങളാണ്. എന്തായാലും ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യം എന്ന് തെളിയുന്ന ഒരു വൈകുന്നേരമാണ് ഇത്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നിർണായക ദിവസം എന്ന് തന്നെ പറയാം ധർമ്മസ്ഥല ഓപ്പറേഷന്റെ കാര്യത്തിൽ. ഇന്ന് SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ സഹിതം ലഭിച്ചിരിക്കുന്നു. തലയോട്ടിയുടെ ഭാഗങ്ങളും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു അവിടെ നിന്ന് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, പോയിന്റ് 6 ഇത്തരത്തിൽ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വളരെ നിർണായക ദിനമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതായത് നേത്രാവതി പുഴയുടെ തീരത്തും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് പോയിന്റ് 6 ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടായത്. അവിടെ പരിശോധന നടത്തിയപ്പോൾ 2 അടി താഴ്ചയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ അസ്ഥികൂടം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടം അവിടെ കൃത്യമായി ഒഴിച്ച് പരിശോധിക്കുമ്പോൾ അസ്ഥികൂടം ലഭിക്കുന്നു. ഒപ്പം പിന്നീട് വീണ്ടും തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു തലയോട്ടിയുടെ ഭാഗം കൂടി ലഭിച്ചിരിക്കുന്നു. അത് നേരത്തെ ലഭിച്ച ഈ അസ്ഥികൂടത്തിൽ തലയോട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിപ്പോൾ അതും ഒരു മനുഷ്യന്റെ പൂർണ്ണ രൂപം വന്നിരിക്കുന്നു. അത് അത്തരത്തിലുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചിരിക്കുന്നത്. അത് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുരുഷന്റേതാണെന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും അത് ഫോറൻസിക് പരിശോധന അതിന് വിധേയമാക്കേണ്ടതുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ഇപ്പോൾ 7 പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതായത് 6 തൊട്ട് സമീപത്തെ പോയിന്റ് 7 പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ ഇനി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന നടത്താനുള്ളത് 8 എന്ന് പറയുന്ന പോയിന്റാണ്. അത് ഈ നേത്രാവതി പുഴയുടെ അരികിലായി കുറച്ച് ഉയരത്തിൽ വനമേഖലയിൽ തന്നെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ നിരവധി ആളുകളെ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ പരിശോധന വളരെ പ്രധാനമാണ്. അത് ഇനി ഒരു പക്ഷേ നാളെ ഉണ്ടാകൂ. 7 പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. 6 ഈ പരിശോധനയൊക്കെ നിർത്തുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഏതായാലും SIT അവരുടെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനയിൽ ആ ഒരു സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോഴും ഏറ്റവും അവസാനമായി ചിലർക്കെങ്കിലും ചില പ്രേക്ഷകർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 1 മുതൽ 5 വരെയുള്ള ആ ഒരു പോയിന്റിൽ കാര്യമായ വസ്തുക്കളൊന്നും അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു സംശയം ഉയർന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഈ ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എവിടെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ കൃത്യമായി പരിശോധിക്കുക. അദ്ദേഹം പറയുന്നത് വരെ എത്രത്തോളം ആഴത്തിൽ കുഴിയെടുക്കണോ ആ ആഴത്തിൽ കുഴിയെടുത്തുള്ള പരിശോധന, അതാണ് നമ്മൾ കണ്ടത്. അതിനൊടുവിലാണ് ഇന്ന് അത്തരത്തിലുള്ള വളരെ സുപ്രധാനമായ ഒരു ദിവസമായി മാറുന്നത്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുരൂഹതകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെല്ലാം തെളിവുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്തരമൊരു ദിവസമാണ് ഇന്ന്. ഇനി നാളെ നടക്കുന്നത് 8 മുതൽ 11 വരെയും വളരെ നിർണായകമാണ്. കൂടുതൽ ആളുകളെ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ പ്രദേശം, അതാണ് ഇനി പരിശോധന നടത്താനുള്ളത്. നാളെ ആ ഭാഗങ്ങളിൽ പരിശോധന നടത്തും. കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. അതായത് കൊലയാളികൾക്ക് കുരുക്കു മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി ഈ സ്ഥലം മാത്രമല്ല ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, താൻ അന്ന് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, അതിനൊപ്പം ആരാണ് തന്നെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഈ ഒരു SITക്ക് മുന്നിൽ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ആ പ്രതികളെല്ലാം ഇപ്പോഴും ഇവിടെ ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. ആ പ്രതികൾ ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. ഇങ്ങനെയൊരു ശരീരാവശിഷ്ടം കിട്ടിയത് കൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ടി വരും. ആ നടപടി ഇനി എന്നുണ്ടാകും? നാളെ ഉണ്ടാകുമോ? ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഈ കൊലയാളികളിലേക്ക് എത്തുക. ആരാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത്? ആരാണ് ഈ ഒരു സൂപ്പർവൈസർമാരെ ഈ മൃതദേഹം ഏൽപ്പിച്ചത്? ആ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് അത്തരം ഘട്ടങ്ങളിലേക്ക്. അതായത് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടങ്ങളുമായി ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബൈജു, അപ്പോഴും നിരവധി പോയിന്റുകളുണ്ട്. ഇത് ആദ്യഘട്ട പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. എത്രമാത്രം ദുർഘടമാണ് ഇനിയുള്ള തെരച്ചിൽ അവിടെ? നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മണ്ണ് നീക്കുമ്പോൾ തന്നെ വെള്ളവും ഉറവയും വരുന്നുണ്ട്. വനപ്രദേശമാണ്. അവിടെ കൂടുതൽ യന്ത്രഭാഗങ്ങൾ എത്തിച്ച് ഈ മണ്ണ് മാന്തി പരിശോധന എന്നത് സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്. ഇതിപ്പോൾ അവിടെ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമെന്ന് വരുമ്പോൾ കൂടുതൽ വിശദമായ പരിശോധനകൾ ആവശ്യമായി വരും. എല്ലാ പോയിന്റും വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെ തെരച്ചിൽ എങ്ങനെയായിരിക്കും? എന്താണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? രേണുക, വെളിപ്പെടുത്തൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വിപുലമായ പരിശോധന നടക്കും. ഇതിൽ ഏറ്റവും പ്രധാനം 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ, അത് ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ച് പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. നേരത്തെ 1 മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 7 വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം വനമേഖലകളിലാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ JCBയോ മറ്റു കൊണ്ടുപോയി തെരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അത്രത്തോളം മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശമാണ്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, ഇക്കരെ ഈ നേത്രാവതി പുഴയുടെ മറുകരയിൽ നിന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ പോലും ഷൂട്ട് ചെയ്യുന്നത്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. വനം വകുപ്പിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്, അധീനതയിലുള്ള സ്ഥലമാണ്. ഇനി വരാനുള്ള 8 മുതൽ ഈ 12 വരെയുള്ള പോയിന്റ് 13 അതുപോലെ തന്നെ നേത്രാവതി പുഴയുടെ ആ ഭാഗത്താണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഭാഗത്തല്ല, നേരെ എതിർഭാഗത്താണ്. ആ ഭാഗങ്ങളെല്ലാം റോഡിന് അരുകത്തായി വരുന്ന സ്ഥലമാണ്. മാത്രമല്ല, ഈ 8 മുതൽ 12 വരെയുള്ള പ്രദേശങ്ങളിൽ വലിയ വികസനമൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ അവിടെ മണ്ണ് കൂട്ടിയിടുകയോ അത്തരത്തിൽ പ്രയാസകരമായ കാര്യമല്ല. ചെറിയ രീതിയിൽ തന്നെ പരിശോധന നടത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കേണ്ടതാണ്. അത് കൃത്യമായി ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവിടെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയ ഭാഗം മാത്രം മണ്ണ് നീക്കിയാൽ അവിടെ ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പരിശോധന നാളെ നടക്കും. ഏതായാലും ഇനി വൈകിയത് കൊണ്ട് തന്നെ 7ലെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ 7 പോയിന്റിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമോ? അതാണ് ഇനി ഉയരുന്ന ചോദ്യം. എന്തായാലും ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ബലപ്പെടുന്ന തെളിവുകൾ ലഭിച്ചു. ഇനി ഈ കേസിൽ ഗൗരവം വർദ്ധിക്കും. മാത്രമല്ല, ഈ SIT അന്വേഷണം 5 ഇടങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഒന്നും ലഭിച്ചില്ല. ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് വിശ്വാസയോഗ്യമല്ല എന്ന തരത്തിലൊക്കെ ഇന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷെ എല്ലാം മാറി. ഇപ്പോൾ കൃത്യമായ അന്വേഷണം ഇനി ബലപ്പെടുന്ന രീതിയിൽ വളരെ ഗൗരവപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, ഈ പരാതി ഇനി നൽകാൻ മുന്നോട്ട് വരുന്നവർക്ക് മംഗളൂരുവിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നു. SIT അതിന്റെ അന്വേഷണം വിപുലീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെയാണ് DGP ഇവിടെ എത്തിയത്. പോയിന്റ് 6ന് സമീപമുള്ള സ്ഥലത്ത് DGP സന്ദർശനം നടത്തിയിരുന്നു. ചില കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അപ്പോഴും ഇത് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണം. ഏതെങ്കിലും തരത്തിൽ പുറത്ത് മൃതദേഹ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയാൽ പോലും ഇപ്പോൾ പുറത്തു വേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ, ന്യൂസ് 8ന്റെ ക്യാമറ കണ്ണുകളിൽ എക്സ്ക്ലൂസീവായ ദൃശ്യം പതിഞ്ഞതും കൃത്യമായി ആ അസ്ഥികൂടങ്ങൾ പൈപ്പിലേക്ക് മാറ്റുന്നതും പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുന്നതും പതിഞ്ഞത്. അതാണ് ഈ കാണുന്ന ദൃശ്യം. പുഴയുടെ മറുകരയിലുള്ള ആ ദൃശ്യം. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, നേത്രാവതി പുഴയുടെ തീരത്താണിത്. അത് കൃത്യമായി വർഷങ്ങൾക്കിപ്പുറം 20-25 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കാര്യം കൃത്യമായ സ്ഥലം അയാൾ ഓർത്തു വെച്ചിരിക്കുന്നു. അത്രത്തോളം ആ മനസ്സ് ഇഷ്ടമില്ലാതെ, അതല്ലെങ്കിൽ അയാൾ കൂടി നിർബന്ധിപ്പിച്ച് ചെയ്തൊരു കാര്യം, അതിൽ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. ഇനി കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിനുള്ള കൂടുതൽ തെളിവുകൾ വരും. കേസിൽ കൂടുതൽ ഇതിൽ കുറ്റക്കാർക്കെതിരെ കുരുക്ക് മുറുകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിൽ ഏകദേശം ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൽ കൊലപാതകത്തിൽ ആരൊക്കെ പങ്കുണ്ട്, ഇതിന്റെ സംഭവത്തിമില്ല ആരൊക്കെ എന്ന കാര്യത്തിലൊക്കെ SITക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ എളുപ്പമാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏറ്റവും പ്രധാനം ഇതിൽ തെളിവ് കണ്ടെത്തുക എന്നതായിരുന്നു. അതിനുവേണ്ടി സ്വന്തം റിസ്കിൽ രാത്രി പോയി ഇത്തരത്തിലൊരു തലയോട്ടി എടുത്ത മനുഷ്യനാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി. ഇയാളെ ഐഡന്റിറ്റി ഏതെങ്കിലും തരത്തിൽ വെളിപ്പെടുത്തരുതെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പേര് പോലും പുറത്തു പറയരുതെന്ന് ഇയാൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി കൃത്യമായി ഇയാളെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തെ മാസ്ക് ഇട്ട്
ഇത്തരത്തിൽ മുഴുവൻ കറുപ്പ് വസ്ത്രമാണ് ഇയാളെ തിരിച്ചറിയാത്ത രീതിയിൽ ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത്. പൂർണ്ണമായും ഇയാളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തുമ്പോൾ ഇയാളുടെ സാന്നിധ്യമുണ്ട്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് SIT നീങ്ങുന്നത്. ഇയാൾ എവിടെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ പരിശോധന നടത്തുക. അത് എത്രത്തോളം ഇയാൾ പറയുന്നോ ആ രീതിയിൽ പരിശോധന നടത്തുക. ഏതായാലും നാളത്തെ പരിശോധന കൂടി വളരെ നിർണായകമാവും. കൂടുതൽ ഇത്തരത്തിൽ പ്രത്യേക ആവശ്യങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് SITയും അതുപോലെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി പ്രതീക്ഷിക്കുന്നത്. ശരി, KV ബൈജുവാണ് അവിടെ നിന്നും നിർണായക വിവരങ്ങൾ നൽകുന്നത്. ഈ വിവരങ്ങൾ ധർമ്മസ്ഥലയിലെ ദുരൂഹത സംബന്ധിച്ച് ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജുവാണ്. KV ബൈജു അവിടെ തുടരുന്നുണ്ട്. ഏതൊരു പുതിയ അപ്ഡേറ്റും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എന്തായാലും ദുരൂഹതകൾ മറന്നീക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ.